Hi friends, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ കൊണ്ടാട്ടം പല രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ചിക്കൻ കൊണ്ടാട്ടം. നല്ല സ്പൈസി ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കിലോത്തിൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കോട്ടിങ്ങിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ കൂടുതൽ നമ്മൾ വെച്ചിരുന്നു മസാല ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊരിച്ച് കോരിയ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2 സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണുള്ളതെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഇതുമേലെ ഈ ചിക്കനമേലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള ഉണക്കമുളകാണ് കേട്ടോ. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ,
കാശ്മീരി ചില്ലി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല എരിവാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. കാരണം നല്ല സ്പൈസി ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.